എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ ISL മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ബംഗളൂരു FC തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. ഇന്ന് വിജയിച്ചാൽ മാത്രമായിരുന്നു ഈസ്റ്റ് ബംഗാളിന് പ്ലേ ഓഫിലേക്കുള്ള ഒരു ചെറിയ വഴിയെങ്കിലും തുറന്നു കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ISL 11ാം സീസണിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അവർക്ക് ഇനിയും ഒരു മത്സരം ബാക്കിയുണ്ട്. എന്നാൽ ആ മത്സരം വിജയിച്ചാൽ പോലും അവർക്ക് 5ാമതുള്ള മുംബൈയെയും അതുപോലെ തന്നെ 6ാമതുള്ള നോർത്ത് ഈസ്റ്റിനെ മറികടക്കാനായിട്ട് സാധിക്കില്ല. മുംബൈക്ക് നോർത്ത് ഈസ്റ്റിനും നിലവിൽ 32 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിന് അവരെ മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ പുറത്തായിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനും സംഭവിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ന് 90ാം മിനിറ്റ് വരെ ലീഡെടുത്ത് നിൽക്കുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ. ബ്ലാസ്റ്റേഴ്സിന് മുൻ താരമായ റാഫേൽ മെസ്സി ബൗളിയായിരുന്നു അവർക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തത്. താരം 11ാമത്തെ മിനിറ്റിലായിരുന്നു ഗോൾ സ്കോർ ചെയ്തത്. എന്നാൽ പിന്നീട് 90ാം മിനിറ്റിൽ അവിടെ പെനാൽറ്റി വഴങ്ങേണ്ടി വന്നു ഈസ്റ്റ് ബംഗാളിന്. നിഷു കുമാറിൻ്റെ ഹാൻഡ്ബോളിലൂടെയായിരുന്നു ഒരു പെനാൽറ്റി വഴങ്ങേണ്ടി വന്നത്. അത് സുനിൽ ഛേത്രി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും മത്സരം സമനിലയിലാക്കുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ സമനില നേടിയതോടുകൂടി ഇപ്പോൾ ISL 11ാം സീസണിൽ നിന്നും നിലവിൽ പുറത്തായിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ ദിമിത്രിയോസ് ഡയമന്തക്കോസിന് ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചപ്പോൾ അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടതായിട്ട് വന്നിരുന്നു. എന്തായാലും ഈസ്റ്റ് ബംഗാളിന് ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. ആ മത്സരത്തിൽ എന്തായാലും ദിമിത്രിയോസ് ഡയമന്തക്കോസിന് കളിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഇനി അടുത്ത ISL സീസണിൽ മാത്രമായിരിക്കും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കാനായിട്ട് സാധിക്കുക. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില നേടിയതോടുകൂടി ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നിലവിൽ പുറത്തായിരിക്കുകയാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും പുറത്തായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളും പുറത്തായിരിക്കുന്നത്. ഇനി ഒഡീഷ വരെയുള്ള ക്ലബ്ബുകൾക്ക് മാത്രമാണ് നിലവിൽ സാധ്യതകളുള്ളത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.